നമ്മുടെ ഉൾപ്പള്ളിയിലെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ചായ കുടിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കാണിച്ചേട്ടെ നിങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം കേട്ടപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എവിടെയാണ് നല്ലൊരു ചായ സ്പോട്ടുള്ളതെന്ന്. നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് കേട്ടോ. ഈ സ്പോട്ട് വിളിച്ചാൽ നിങ്ങളൊരിക്കലും ചായ കുടിച്ച സ്പോട്ട് മറക്കില്ല കേട്ടോ. അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് കേട്ടോ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പുൽപ്പള്ളിയിൽ നിന്ന് പനമരത്തേക്ക് വരുമ്പോൾ വേലിയമ്പ സ്കൂളിൻ്റെ അവിടെ നിന്ന് റൈറ്റിലേക്ക് കേട്ടോ നമ്മൾ പോകേണ്ടത് ജോസേൻ്റെ കടയിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ കട എന്തുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ളതിന് മെയിൻ റീസൺ ഞാൻ പറഞ്ഞിട്ടെ, നമ്മളീ പോകുന്ന വ്യൂ ആട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം കാട്ടിലൂടെ യാത്ര ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ സ്പോട്ടിലേക്ക് എത്താനായിട്ട്. ട്രാവൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു ചായ സ്പോട്ട്. അതുമാത്രമല്ല പോകുന്ന വഴിക്ക് വന്യമൃഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ പോകുന്നത് ഫോറസ്റ്റിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ. അതുകൊണ്ട് തന്നെ 6 മണി കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ടും പോകാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. നമ്മളങ്ങനെ ജോസേൻ്റെ കടയിൽ എത്തിട്ടോ. ഈ കാണുന്നതാണ് ജോസേൻ്റെ കട. ഓപ്പോസിറ്റ് സൈഡിൽ ഫോറസ്റ്റ് കേട്ടോ, താഴെയാണെങ്കിൽ വയലും. എൻ്റെ പൊന്നോ കിടിലൊരു പ്ലേസ് തന്നെ കേട്ടോ ഇത്. വയലും ഫോറസ്റ്റ് ഒന്നും ചെയ്യുന്നുണ്ട്, നല്ല തണുപ്പാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്. ചെന്നപാടെ തന്നെ ഞങ്ങളുണ്ട് ചായ വന്നു കേട്ടോ. ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറും ഉണ്ടായിരുന്നു കേട്ടോ. ഇരിക്കാനാണെങ്കിൽ ചെറിയൊരു സെറ്റപ്പ് കേട്ടോ ഇവിടെ ഉള്ളൂ. ഈ കാണുന്ന കേട്ടോ ജോസേട്ടൻ ആളെ കണ്ടിച്ച് മുറലാന്ന് തോന്നിക്കുമെങ്കിലും ആളൊരു പാവം തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ പറഞ്ഞു കേട്ടോ. കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കാനും നല്ല രസമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബാണ് അവിടം. പിന്നെ നമ്മുടെ ചായ വന്നു കേട്ടോ, അതും കുടിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. ഈ ഒരു ഹിഡൻ സ്പോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വേറൊരു ഹിഡൻ സ്പോട്ടായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഗൈസ്.